الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അല്ലാഹു അതിൽ നമുക്കെല്ലാം ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികൾ പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. ഒരു യാത്രയിൽ ഏതെങ്കിലും ഒരു സുപ്രധാനമായ ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച്, ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്ന ധാരണയുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഒരു സമാധാനവും ആശ്വാസവുമാണ്. എന്നാൽ എല്ലാ സമയത്തും എല്ലാം അറിയുന്ന അൽ അലീമായ, അൽ അല്ലാമായ, അൽ ആലിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ അത് വിശ്വാസിക്ക് നൽകുന്ന ആശ്വാസവും സമാധാനവും എത്ര വലുതായിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അറിവിനെ കുറിച്ച് പറഞ്ഞത് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. സകല അദൃശ്യങ്ങളുടെയും താക്കോലുകൾ അല്ലാഹുവിന്റെ അടുത്താണ്, അത് അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ അറിവിന്റെ വിശാലതയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ളത് അല്ലാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല കൊഴിഞ്ഞു വീഴുക പോലുമില്ല, ഇല്ലാ യഅലമുഹാ, അല്ലാഹു അത് അറിഞ്ഞിട്ടല്ലാതെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ ഒരാളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു മരത്തിൽ മാത്രം എത്ര ഇലയുണ്ടാകും? ലോകത്തെ കോടാനുകോടി വരുന്ന മരങ്ങളിലെ ഒരു ഇല അതിന്റെ നെട്ടറ്റ് താഴെ വീഴുന്നത് പോലും നമ്മുടെ റബ്ബ് അറിയാതിരിക്കുകയില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ്, ഭൂമിയുടെ അടിഭാഗത്ത് ഇരുട്ടിലുള്ള ഒരു ധാന്യത്തെ, ഒരു വിത്തിനെ കുറിച്ച് പോലും പടച്ച റബ്ബ് അറിയാതിരിക്കുകയില്ല. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഉണങ്ങിയതും പച്ചയായതുമായ സകല വസ്തുക്കളെ കുറിച്ചുമുള്ള എല്ലാ വിവരവും പടച്ച റബ്ബിന്റെ അടുത്ത് വ്യക്തമായ രേഖയിൽ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ അറിയുന്ന ആ ആലിമായ അൽ അലീമായ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ ബോധ്യപ്പെടുമ്പോൾ, നാം തിരിച്ചറിയുമ്പോൾ, നമ്മുടെ റബ്ബ് അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, അത് ഒരു വിശ്വാസി എന്ന നിലക്ക് ധാരാളം ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്നുണ്ട്. ആ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാക്കാൻ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സാധിക്കുമെന്നാണ്. അതിലൊന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വിശ്വാസരംഗത്ത് വിശുദ്ധി ഉണ്ടാവുകയും നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് മാത്രമാവുകയും ചെയ്യുമെന്നതാണ്. വിശുദ്ധമായ കഅബാലയം, ആ വിശുദ്ധ കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ച സമയത്ത്, അത് പുനർനിർമ്മാണം പൂർത്തിയാകുന്ന വേളയിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അവർ പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്ന, അല്ലാഹുവേ ഞങ്ങൾ ഈ ചെയ്ത കാര്യം പടച്ച റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. എന്നിട്ട് ചേർത്ത് അവർ പറഞ്ഞത് ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ചവനെ നീ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന റബ്ബാണ്. അപ്പൊ അവര് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബേ നീയാണ് എല്ലാം അറിയുന്നവൻ, അതുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണം. അവരുടെ പ്രാർത്ഥന എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന റബ്ബിലേക്കാണ് ഉയർന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഭാവിയിലുള്ള കാര്യത്തെ അറിയുകയില്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനിടയിൽ ഏറ്റവും നന്നായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്വഹാബത്തിനെയാണ് തങ്ങളുടെ നാട്ടിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് ഒരു സംഘം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുകൊടുത്തത്. ആ സംഘം ആ സ്വഹാബത്തിനെ കൊണ്ടുപോയി കൊന്നുകളയുകയാണ് ചെയ്തത്. ചരിത്രം നമുക്കറിയാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിട്ടുകൊടുത്തത്? എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവി അറിയാത്തത് കൊണ്ടാണ്. ആ റസൂലിന് പോലും ഭാവി അറിയില്ലെങ്കിൽ, അള്ളാഹ് അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരു കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയുകയില്ല എങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യർ ആരോടൊക്കെയാണ് വിളിച്ചു തേടുന്നത്? സ്വന്തം രോഗത്തെക്കുറിച്ച് പോലും അറിയാത്ത, എന്തിനധികം വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് പോലും മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത, മനപ്പാടമില്ലാത്ത ആളുകളെ വിളിച്ച് തേടുകയും അവരുടെ അടുത്ത് പോവുകയും അവര് രോഗം മാറ്റുമെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ റബ്ബ് അൽ അലീമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ അത് നമുക്ക് നൽകുന്നത് നമ്മുടെ തൗഹീദിലുള്ള ഒരു വ്യക്തതയാണ്, ഒരു കൃത്യതയാണ്. രണ്ടാമത്തത്, നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത് നന്നാകും.
എല്ലാവരും ചെയ്യുന്നത് ഒരേ ലക്ഷ്യത്തിലാണോ സഹോദരങ്ങളെ? ഓരോരുത്തർ ഓരോ പണി ചെയ്യുന്നതിന്റെയും പിന്നിൽ വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ്. ചിലർ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നു, ചിലർ ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അതേ പണി ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവരുന്ന മൂന്നാളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നത്. നന്നായിട്ട് ഖുർആൻ പഠിച്ച് അത് പാരായണം ചെയ്യുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യൻ അദ്ദേഹത്തെ വിചാരണക്ക് കൊണ്ടുവരിക. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനത്തിന്റെ അളവ് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ആളുകൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ നീ വലിയൊരു അറിവുള്ള ആളാണ് എന്ന് ആളുകൾ നിന്നെ കുറിച്ച് പറയണമെന്നത് മാത്രമേ നീ വിചാരിച്ചിട്ടുള്ളൂ. നരകത്തിലേക്കാണ് എന്നാൻ. സ്വതക്ക കൊടുത്തൊരു മനുഷ്യൻ ധാരാളമായി സ്വതക്ക കൊടുത്തു. അതിന്റെ കണക്ക് പരലോകത്ത് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ആ സ്വതക്ക കൊടുക്കുമ്പോ നീ വലിയ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് ആൾക്കാർ നിന്നെ കുറിച്ച് പറയണം. അതേ നീ ചിന്തിച്ചിട്ടുള്ളൂ. യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ, അയാളോട് ചോദിക്കുമ്പോ ഈ ഷഹീദായതിന്റെ പോരിശ പറയുമ്പോ അള്ള പറയാണ്, കളവാണ് നീ പറയുന്നത്. കാരണം നീ ആ ഷഹീദാകുന്ന സമയത്തും ആളുകൾ നിന്റെ ധീരതയെക്കുറിച്ച് സംസാരിക്കണമെന്നേ നീ വിചാരിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് മനസ്സറിയും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാകും. അള്ളാഹു അലീമാണ് എന്ന് തിരിച്ചറിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനസ്സവനോട് പറയുന്നത് പോലും നാം അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ജീവനാഡിയേക്കാൾ മനുഷ്യനോട് അടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന് ഒരു വിശുദ്ധി ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅസിറു ഖൗലകും അവിജ്ഹറു ബിഹി, നിങ്ങൾ നിങ്ങളുടെ വാക്ക് പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, മനസ്സിന്റെ അകത്തുള്ളത് പടച്ചോൻ അറിയും. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 12ഓളം സ്ഥലത്ത് അല്ലാഹു പറഞ്ഞതാണ് അലീമും ബിദാത്തി സുദൂർ. മനസ്സിന്റെ അകത്തുള്ളത് അറിയുന്നവനാണ് അല്ലാഹ്. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സ് ചിന്തിക്കുന്നതും പടച്ചോൻ അറിയും. സഹോദരങ്ങളെ, രാത്രി മുഴുവൻ തോന്യാസങ്ങൾ കണ്ട് നേരം വെളുത്ത് ഓഫീസിൽ ഇറങ്ങുമ്പോ, ജോലിക്കിറങ്ങുമ്പോ, കോളേജിൽ ഇറങ്ങുമ്പോ അതിന്റെ ഹിസ്റ്ററി മുഴുവൻ ക്ലിയർ ചെയ്താൽ വേറെ ആരും അതറിയില്ല. പക്ഷെ പടച്ചോന് അത് കൃത്യമായിട്ട് അറിയും. മതകാര്യങ്ങളിൽ മുഴുവൻ സജീവമായി എല്ലാം കഴിഞ്ഞ് പാതിരാത്രി വീട്ടിലെത്തി തന്റെ പ്രിയതമ പോലും അറിയാതെ മറ്റൊരാളോട് സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത്, കാണുന്നത്, കേൾക്കുന്നത് ഒക്കെ പടച്ചോൻ കാണും. ഹോസ്റ്റൽ മുറിയിൽ വാർഡൻ അറിയാതെ ചെയ്താൽ, ഉമ്മയറിയാതെ ചെയ്താൽ എല്ലാം അറിയുന്നൊരു റബ്ബുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, മനസ്സൊളിപ്പിച്ചു വെച്ചെല്ലാം പടച്ചോൻ അറിയും. സഹോദരങ്ങളെ, ചരിത്രം എത്ര ആവർത്തി നമ്മൾ കേട്ടതും പറഞ്ഞതുമാണ്. പാൽക്കാരിയായ ആ പെൺകുട്ടിയുടെ ചരിത്രം, ഒരു സാധാരണക്കാരിയായ പാൽക്കാരി പെൺകുട്ടിക്കുണ്ടായ ബോധ്യം ഈ ബോധ്യാണ്. ഖലീഫ ഉമർ അറിഞ്ഞിട്ടില്ലെങ്കിലും പാലിൽ വെള്ളം ചേർക്കുന്നത് അറിയുന്നൊരു റബ്ബുണ്ട് എന്ന ബോധ്യം. ആ ബോധ്യം സഹോദരങ്ങളെ ഉണ്ടോ? ഗൂഗിളിന്റെ ചെറിയ കോളത്തിൽ നമ്മൾ അടിച്ചുകൊടുത്ത വാക്കുകൾ എന്റെ റബ്ബ് അലീമാണ് എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണോ നമ്മൾ സെർച്ച് ചെയ്തത്, നമ്മൾ കണ്ടത്, കേട്ടത്? നമ്മൾ പരിശോധിക്കണം. നാലാമത്തെ കാര്യം, അല്ലാഹു അലീമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും. ആരൊക്കെ എന്ത് ചെയ്ത് നമ്മൾ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും ഓരോരുത്തർ ചെയ്യണതും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പല ആളുകളും ഈ സത്യത്തെ സ്വീകരിക്കാതെ
ഈ ശരിയായ ആദർശത്തെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത് കണ്ടപ്പോ സങ്കടപ്പെട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് കൊടുത്ത സമാധാനം എന്താണെന്നറിയോ? ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത് ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. റസൂലേ, ഓലത് സ്വീകരിക്കണില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ തന്നെ അപകടത്തിലാക്കണ്ട. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണ്ട. കാരണം ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. ഏതൊക്കെ ശത്രുക്കൾ, ആരൊക്കെ, എന്തൊക്കെ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അള്ളാഹ് അത് അറിയുന്നവനാണ്. സഹോദരങ്ങളെ, നമ്മളെ മുഴുവൻ അടിവേരോടുകൂടി ഇല്ലാതെയാക്കാൻ ആര് പരിശ്രമിച്ചാലും അവന്റെ പരിശ്രമം അറിയുന്നവനാണ് അള്ളാഹ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ നമുക്ക് കിട്ടുന്ന സമാധാനത്രേ. ആരൊക്കെ നമ്മളുടെ അടിവേരറുക്കാൻ ശ്രമിച്ചാലും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും എല്ലാവരും ചെയ്യുന്ന പണിയെക്കുറിച്ച് അവരെക്കാൾ ധാരണ നമ്മുടെ റബ്ബിനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സമാധാനവും ആശ്വാസവും എത്ര വലുതായിരിക്കും. അല്ലാത്തൊരു സുരക്ഷിതത്വം നമ്മുടെ റബ്ബ് അലീമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകും. അഞ്ചാമത്തത്, മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ മനസ്സിലേക്ക് സമാധാനം ഇറക്കി തന്നത് അള്ളയാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫതഹിന്റെ 4-ാമത്തെ ആയത്തിൽ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി വിശ്വാസികളുടെ മനസ്സിലേക്ക് അള്ളാഹ് സമാധാനം ഇട്ടുകൊടുത്തു എന്നാണ് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാനല്ലാഹു അലീമൻ ഹകീമ. ആകാശഭൂമികളെ സൈന്യങ്ങളൊക്കെ അള്ളാന്റെ അടുത്താണ്. അള്ളാഹു ആരാണ്? വകാനല്ലാഹു അലീമൻ ഹകീമ. ഏറ്റവും നല്ല യുക്തിയുള്ളവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളയാണ്. അള്ളയാണ് വിശ്വാസികളുടെ മനസ്സൊക്കെ സമാധാനിട്ട് തരാം. നോക്കൂ നിങ്ങൾ, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രയാസമാണ് ഉണ്ടാകുക. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്ന ചിലതിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഈ കാര്യം പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയുടെ 216 അള്ളാഹ് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹ്ക്ക് അറിയാ കാര്യങ്ങൾ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയൂല എന്നാണ്. അപ്പൊ പടച്ചോ നമ്മളെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചാൽ ഭൗതികമായ കണക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിലൊരു പ്രയാസം ഉണ്ടാകും. എന്നാലും അതിലപ്പുറത്തൊരു സന്തോഷം വരാണ്ട് എന്ന് പടച്ചോനറിയും, നിങ്ങൾക്കറിയില്ല. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും നമ്മുടെ മനസ്സിന് നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ റബ്ബ് അൽ അലീമാണ് എന്ന് തിരിച്ചറിയുക നമ്മൾ. അപ്പോൾ ഈ പറഞ്ഞ 5 നേട്ടങ്ങൾ തീർച്ചയായും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ നാമം പഠിക്കുകയും അത്തരം നാമങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിന്റെ ദുഃഖം നീങ്ങാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ കരീം വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. മനസ്സിന് സങ്കടവും പ്രയാസം ഉണ്ടാകുമ്പോൾ നബി ഇത് പ്രാർത്ഥിച്ചിരുന്നു എന്ന സ്വഹാബത്ത് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, എല്ലാം അറിയുന്ന സഹനശീലനും വിവേകിയും അറിവുള്ളവനുമായ അള്ളയല്ലാതെ ഒരാരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബായ അള്ളയല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം, ആകാശങ്ങളുടെ ഭൂമിയുടെ മഹിത സിംഹാസനത്തിന്റെ റബ്ബല്ലാതെ മറ്റ് ആരാധനക്കർഹതയുള്ള മറ്റൊരാളുമില്ല. ഈ പ്രാർത്ഥന ദുഃഖങ്ങൾ നീങ്ങാനുള്ള പ്രാർത്ഥനയാണ് എന്ന്, പ്രയാസം അനുഭവിക്കുന്ന മനസ്സിന് സന്തോഷമേകുന്നതാണ് എന്ന്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഇത്തരം പ്രാർത്ഥനകളൊക്കെ പഠിച്ച് ഇവയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാം ആരാധിക്കുന്ന, നമ്മെ സദാ നിയന്ത്രിക്കുന്ന, നിരീക്ഷിക്കുന്ന നമ്മുടെ റബ്ബ് എല്ലാം അറിയുന്നവനാണ് എന്ന തിരിച്ചറിവിൽ നേരത്തെ പറഞ്ഞ പാഠങ്ങൾ നമ്മൾ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 195 ആയത്തിൽ വിശ്വാസികൾ ചെലവഴിക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ആശയമുണ്ട്. വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക. നിങ്ങൾ ബോധപൂർവം അറിഞ്ഞ് നിങ്ങൾക്ക് നാശമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ കൈയിടരുത് എന്നാണ് ആ ആശയം പഠിപ്പിക്കുന്നത്. അഥവാ നല്ലതിന് ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാട്ടി നിങ്ങൾക്ക് നാശമുണ്ടാക്കരുത്. വേണ്ടാത്തതിന് ചെലവഴിച്ച് നിങ്ങൾക്ക് നാശമുണ്ടാക്കരുത്. നമുക്ക് നല്ലതിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ മുന്നിൽ വലിയ ഒരു അവസരം ദിവസങ്ങളായി ആഴ്ചകളായി ഉണ്ടായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അതിലെന്ത് വിഹിതം കൊടുക്കാൻ പറ്റി എന്ന് നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം ഈ ആശയം പൊതുവായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബോധപൂർവം നിങ്ങൾക്ക് നാശമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുത്. നമുക്കറിയാം, നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് SIR. കുറെ തവണ ഈ മെമ്പറിൽ നിന്ന് തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. അതിന്റെ ഫോം കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞു. ഇനി 23-ാം തീയതി അത് പ്രസിദ്ധീകരിക്കും. അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും, അത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ നോക്കിക്കോളുന്നല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളും കുടുംബവും അതിൽ പെട്ടിട്ടുണ്ട്, ആ ലിസ്റ്റിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി അതിൽ ഉൾപ്പെടാത്ത ആളുകൾ അതിന്റെ പരിഹാരങ്ങളായി നിർദ്ദേശിച്ച കാര്യങ്ങൾ വേഗത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി ഒരിക്കലും ഒരു കാലതാമസം വരാതെ അതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ പ്രത്യേകമുള്ള ജാഗ്രതയും ശ്രദ്ധയും നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ അടക്കം നമ്മുടെ പള്ളികളും ഒക്കെയായി മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അത് രൂപീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ബന്ധപ്പെട്ട് ആ ഹെൽപ്പ് ഡെസ്കിൽ സഹായിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. കഴിയുന്ന ആളുകൾ സഹകരിക്കുക. അത്തരം ഇടങ്ങളിൽ ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2026 ജനുവരി 1 18 വയസ്സ് തികയുന്ന ആളുകൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുക്കേണ്ട സമയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ പ്രവാസികൾ പൂരിപ്പിക്കേണ്ട ഫോമുണ്ട്, നാട്ടിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി അറിഞ്ഞ് നമ്മൾ ഇത് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നതിന്റെ അപ്പുറത്ത് നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള നിലനിൽപ്പിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികളായി ആശുപത്രികളിൽ, വീടുകളിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ, വളരെ ചെറിയ നമ്മുടെ യൂത്തിന്റെ ഒരു ഭാരവാഹിയാണ്, മറ്റൊരു നാട്ടിലുള്ളതാണ്. അദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗത്തിൽ ഡയാലിസിസിന്റെ അവസ്ഥയിലാണുള്ളത്. നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ ഒരു പ്രബോധകനാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ക്യാൻസർ രോഗത്തിന്റെ പ്രയാസത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ഉമ്മയുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോട് കൂടി മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ നാടിന്റെ സാഹചര്യം മാറുമ്പോൾ അള്ളാഹു ഈ നാടിന്റെ നന്മയെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ സ്വാതന്ത്ര്യത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ അദ്ദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.